ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. മമിത ബൈജു, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, മീനാക്ഷി രവീന്ദ്രൻ, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ ചിത്രത്തിന്റെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ ദിവസം കേരളത്തിൽ 4,60,00,000 രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 6,20,00,000 ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 10,80,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വേൾഡ് കളക്ഷനായി ആദ്യ ദിവസം 16,02,00,000 രൂപയും ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് 23,40,00,000 രൂപയുമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് വേൾഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 39,42,00,000 രൂപയാണ്. ഇനി ഈ ചിത്രത്തിന്റെ 3-ാം ദിവസം കൂടിയെന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 7-7.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 18,50,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് ഗ്രോസ് 23-24 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് ഗ്രോസായി 62-63 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓണം റിലീസായി ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിരക്കഥ മലയാള സിനിമയുടെ ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ, കൃതി ഷെട്ടി, മാളവിക ശർമ്മ, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ, നീൽ നിതിൻ മുകേഷ്, സഞ്ജു ശിവറാം, രഞ്ജി പണിക്കർ, മോഹിനി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ആദ്യ ഞായറാഴ്ച കൂടിയ 4 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കേരള വേൾഡ് കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസം 5,30,00,000 രൂപ, രണ്ടാം ദിവസം 2,55,00,000 രൂപ, 3-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 2,05,00,000 രൂപ എന്നിങ്ങനെ 9,90,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് കളക്ഷനായി സിനിമ ആദ്യ ദിവസം 13,17,00,000 രൂപയും രണ്ടാം ദിവസം 7,10,00,000 രൂപയുമാണ് കളക്ട് ചെയ്തത്. 3-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച വേൾഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 5,30,00,000 രൂപയാണ്. ടോട്ടൽ 25,60,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ആദ്യ ഞായറാഴ്ച കൂടിയ 4-ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2,10,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 12 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് ഗ്രോസ് 5,5-6 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് ഗ്രോസായി സിനിമ 31 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശിവ നിർമ്മാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത തെലുങ്ക് സിനിമയാണ് ഇരുമുടി. രവി തേജ, ഭവാനി ശങ്കർ, സ്വാസിക, ബേബി നക്ഷത്ര, കാർത്തിക് ആഡ്സുമില്ലി എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 4,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ 17,45,00,000 രൂപയും തെലങ്കാനയിൽ 16,45,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 2 ദിവസം കൊണ്ട് തെലുങ്ക് കളക്ഷനായി മാത്രം നേടിയെടുത്തത് 33,90,00,000 രൂപയാണ്. കർണാടകയിൽ 3,65,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 76,00,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 39,27,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് 9,84,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 49,11,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 3-ാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് വേൾഡ് ഗ്രോസായി 25 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് ഗ്രോസായി 75 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. യാഷ് പ്രധാന താരമായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് ഈ വരുന്ന ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം റിലീസായി തിരഞ്ഞെടുക്കുന്ന സിനിമയാണ് ടോക്സിക്. കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകളിലായി തിരഞ്ഞെടുക്കുന്ന ഈ സിനിമയിൽ കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറൈഷി, താര സുതാരിയ, രുക്മിണി വസന്ത് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 31 കോടി രൂപയാണ്. സിനിമയുടെ വേൾഡ് പ്രീസെയിൽ 40 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൂര്യയുടെ വിശ്വനാഥൻ സൺസ് തിയേറ്ററിലെത്തിയിട്ട് 2-ാമത്തെ ഞായറാഴ്ച കൂടിയ 10 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 16,25,000 രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് 7,03,00,000 രൂപയാണ് സിനിമയുടെ കേരള കളക്ഷൻ. അതേസമയം ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 25-30,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 7,30,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 9 ദിവസം കൊണ്ട് സിനിമ 45,86,00,000 രൂപയാണ് നേടിയെടുത്തത്. ഇന്ത്യൻ ഗ്രോസായി 9 ദിവസം കൊണ്ട് 118,07,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് ഗ്രോസായി 9 ദിവസം കൊണ്ട് നേടിയെടുത്തത് 174,87,00,000 രൂപയായിരുന്നു. അതേസമയം ഇന്ന് സിനിമയുടെ വേൾഡ് ഗ്രോസ് 10 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 185 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം സിനിമയുടെ ഒഫീഷ്യൽ 200 കോടി പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 185 കോടി രൂപ മാത്രമേ സിനിമ നേടിയെടുത്തിട്ടുള്ളൂ. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.